ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഏത് മാസത്തേന്ന് മനസ്സിലായാലും എഴുതിയിട്ടുണ്ടല്ലേ? മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. പ്രധാന വാർത്തകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മാർച്ച് 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേൺ നോ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കൂ, പറയാം എന്താണെന്നല്ലേ. അതായത് നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇയർലി കറണ്ട് അഫയേഴ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ലോഞ്ച്ഡ് ദ ഗ്രീൻ ഹൈഡ്രജൻ പോളിസി 2026? അപ്പോൾ ഏത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഗ്രീൻ ഹൈഡ്രജൻ പോളിസി 2026 ഗ്രീൻ ഹൈഡ്രജൻ പോളിസി ലോഞ്ച് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെയായിരുന്നു, MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പറഞ്ഞോളൂ മക്കളെ, ഏതാണ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഇതൊന്ന് സെലക്ട് ചെയ്തോട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ലോഞ്ച് ദ ഗ്രീൻ ഹൈഡ്രജൻ പോളിസി 2026? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കർണാടക. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് എന്താ ഗ്രീൻ ഹൈഡ്രജൻ പോളിസി 2026 ഗ്രീൻ ഹൈഡ്രജൻ പോളിസി എന്ത് ചെയ്തത്? ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡ് ഈസ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ദറ്റ് ലോഞ്ച്ഡ് ദ ഗ്രീൻ ഹൈഡ്രജൻ പോളിസി 2026. ഈ പോളിസി അപ്രൂവ് ചെയ്ത് ഉത്തരാഖണ്ഡ് ക്യാബിനറ്റ് ആണ്. ഉത്തരാഖണ്ഡ് ക്യാബിനറ്റ് അപ്രൂവ് ദ പോളിസി. ഉത്തരാഖണ്ഡ് ക്യാബിനറ്റ് അപ്രൂവ് ദ പോളിസി ആൻഡ് ചെയർഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കുറേ അധികം ചോദ്യങ്ങൾ കിട്ടുകയാണ്, അല്ലെങ്കിൽ കുറെ അധികം ഉത്തരങ്ങൾ കിട്ടുകയാണ്. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? പുഷ്കർ സിംഗ് ധാമി. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? പുഷ്കർ സിംഗ് ധാമിയാണ് അത് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. എന്നാണ് അപ്രൂവ് ചെയ്തത്? ജനുവരി 28, 2026 അപ്രൂവ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ്? ദ സ്റ്റേറ്റ് സിഗ്നിഫിക്കന്റ് ഹൈഡ്രോ പവർ പൊട്ടൻഷ്യൽ ടു എസ്റ്റാബ്ലിഷ് എ റോബസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇത് ഗ്രീൻ ഹൈഡ്രജൻ പോളിസി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ദ ഗ്ലോബൽ AI സബ്മിറ്റ് 2026 വാസ് ഹോസ്റ്റഡ് ബൈ വിച്ച് കൺട്രി? ഏത് കൺട്രിയാണ്? ഓപ്ഷൻ എ UK, ഓപ്ഷൻ ബി USA, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ജപ്പാൻ. ഏതാണ് റൈറ്റ് ആൻസർ? അറിയാമോ നിങ്ങൾക്ക്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇന്ത്യയിൽ വെച്ചിട്ടാണ് അല്ലെ. ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഗ്ലോബൽ AI അറിയാലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സബ്മിറ്റ്. ഈ ലോഗോ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മലയാളിയാണ്. ഓക്കെ, ഗ്ലോബൽ AI സബ്മിറ്റ് 2026 ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമല്ല, അതിന്റെ ഡീറ്റെയിൽ ആണ്. ദ ഇന്ത്യ AI ഇമ്പാക്ട് സബ്മിറ്റ് 2026 വാസ് ഹോസ്റ്റഡ് ബൈ ഇന്ത്യ. കീ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ലൊക്കേഷൻ എവിടെയായിരുന്നു? ഭാരത് മണ്ഡപം എന്നുള്ള സ്ഥലത്തായിരുന്നു. ഭാരത് മണ്ഡപം ആയിരുന്നു എവിടെ? ന്യൂഡൽഹിയിലാണ്, ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. ഫെബ്രുവരി 16 to 21, 2026 ആ ഒരു സമയത്താണ് നടന്നത്. ഗ്ലോബൽ സൗത്തിൽ മേക്കിംഗ് എ ഷിഫ്റ്റ് ഇൻ AI ഡയലോഗ് ഫ്രം സേഫ്റ്റി ടു പ്രാക്ടിക്കൽ ഇമ്പാക്ട്. ആൻഡ് എന്താണ് കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത്? ആരാണ് ഇനാഗുറേറ്റ് ചെയ്തെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആരാണ്? നരേന്ദ്രമോദിയാണ് ഇനാഗുറേറ്റ് ചെയ്തത് കേട്ടോ. നരേന്ദ്രമോദിയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വിച്ച് മിഷൻ ഡിഡ് ISRO ലോഞ്ച് ഇൻ മാർച്ച് 2026? അപ്പോൾ ഏത് മിഷനാണ് മാർച്ചിൽ ISRO ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ചന്ദ്രയാൻ 4, ഗഗൻയാൻ ടെസ്റ്റ് ഫ്ലൈറ്റ്, ഓപ്ഷൻ സി ആദിത്യ L2, ഓപ്ഷൻ ഡി റിസാറ്റ് 3. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഗഗൻയാൻ ടെസ്റ്റ് ഫ്ലൈറ്റ് ആണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഗഗൻയാൻ ടെസ്റ്റ് ഫ്ലൈറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്ത് പറയുമ്പോഴുണ്ടല്ലോ അതിന്റെ കൂടെ ഒരു പിക്ചറും നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ, അല്ലെങ്കിൽ പിക്ചർ വെച്ച് പഠിക്കുമ്പോൾ എന്താണ്, കുറച്ചും കൂടി വിഷ്വലൈസേഷൻ ആകുന്നു. അപ്പൊ കുറച്ചും കൂടി കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് സഹായിക്കുന്നു അല്ലെ പിക്ചേഴ്സ്. അപ്പൊ ഗഗൻയാന്റെ ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് ആണ് മാർച്ച് 2026 ISRO ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് നാലാമത്തെ ചോദ്യം, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026 ഏത് രാജ്യമാണ് ടോപ്പിൽ വന്നിരിക്കുന്നത്? കുറെ വർഷങ്ങളായിട്ട് ഒരേ രാജ്യം തന്നെയാണ് ഫസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ ചോദിക്കും നമ്മുടെ ഇന്ത്യ എത്രാമത്തെ റാങ്ക് ആണെന്ന് പറയാം. ഏതാണ് റൈറ്റ് ആൻസർ? ഫിൻലാൻഡ് ആണ് കേട്ടോ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, നോർവേ, സ്വിറ്റ്സർലാൻഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫിൻലാൻഡ്. ഫിൻലാൻഡ് കണ്ടിട്ടുണ്ടോ? കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് അല്ലെ. അതാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഇൻഡെക്സിൽ 2026 2025 എനിക്ക് തോന്നുന്നു 2024 ഫിൻലാൻഡ് തന്നെയായിരുന്നു
കുറെ വർഷങ്ങളായിട്ട് ഫിൻലാൻഡ് തന്നെയാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ആദ്യത്തെ പൊസിഷനിൽ വരുന്നത് കേട്ടോ. അത് ഫിൻലാൻഡ്. ഓക്കെ, ലൈറ്റ്സ് ഇൻ ഫിൻലാൻഡ് ആണ് ഇപ്പോ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ലിസ്റ്റ് ആണ് പറയുന്നത്. ഫിൻലാൻഡിന് ഹാപ്പിയസ്റ്റ് ഏറ്റവും ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫിൻലാൻഡ് ആണ്, കാണാൻ കഴിയുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ഐസ്ലാൻഡ് ആണ്, മൂന്നാമത് ഡെൻമാർക്ക്, കോസ്റ്ററിക്ക. അപ്പോൾ ഇതിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ഇതിൽ നമ്മുടെ ഹാപ്പിയസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ, ഹാപ്പിയസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അൺഹാപ്പിയസ്റ്റ്, ഇതിൽ ഏറ്റവും അവസാനത്തെ റാങ്ക് കിട്ടിയിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും അവസാനത്തെ റാങ്ക് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? അഫ്ഗാനിസ്ഥാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 116ാമത്തെ റാങ്ക് ആണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 116ാമത്തെ റാങ്ക് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഫിൻലാൻഡ്, അവസാനത്തെ അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. വിച്ച് ടെക് കമ്പനി ലോഞ്ച്ഡ് ഇറ്റ്സ് ന്യൂ AI മോഡൽ ജെമിനി അൾട്രാ 2 ഇൻ മാർച്ച് 2026? അപ്പോൾ ജെമിനി അൾട്രാ 2 ലോഞ്ച് ചെയ്തിട്ടുള്ള AI മോഡൽ അല്ലെ, അത് ലോഞ്ച് ചെയ്തിട്ടുള്ള കമ്പനി ഏതാണ് എന്നുള്ളതാണ്. അത് നമുക്ക് അറിയാം, കൂടുതൽ ഓപ്ഷന്റെ ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻ എ ഓപ്പൺ AI, ഓപ്ഷൻ ബി ഗൂഗിൾ, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ്, ഓപ്ഷൻ ഡി മെറ്റ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗൂഗിൾ അല്ലെ. ഗൂഗിൾ ആണ്. നമ്മൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ ആണ് ജെമിനി അൾട്രാ 2 ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആറാമത്തെ ചോദ്യം. വിച്ച് ഇന്ത്യൻ സിറ്റി ഹോസ്റ്റഡ് ദ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2026? ബാംഗ്ലൂരു, മുംബൈ, ന്യൂഡൽഹി, ഹൈദരാബാദ്. ഏതാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് എന്ത് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2026 ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. യശോഭൂമിയിൽ വെച്ചിട്ടാണ് അല്ലെ. ഇനി ഏഴാമത്തെ ചോദ്യം. വാട്ട് ഇസ് ദ തീം ഓഫ് ഇന്റർനാഷണൽ വിമൻസ് ഡേ 2026? ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ തീം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ? എന്നാണ് മക്കളെ? എട്ടാം തീയതിയാണ് അല്ലെ. അപ്പൊ തീം ഓഫ് ഇന്റർനാഷണൽ വിമൻസ് ഡേ 2026 is give to gain, which focus on fostering investment in women through time, resources, mentorship and advocacy. This campaign highlights that supporting women creates widespread social and economic benefits. അപ്പോൾ give to gain എന്താണ്? റെസ്പെക്ട്, അതുപോലെ തന്നെ ഡൊണേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു സീ ദ സൊസൈറ്റൽ ഗെയിൻ. സോ UN തീം എന്ന് പറയുന്നത് റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ആണ് ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ 2026 ബ്രിക്സ് സമ്മിറ്റ്? ഹോസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ് എന്നറിയാം. ഏതാണ്? ബ്രിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ബി എന്ന് പറയുന്നത് ബ്രസീൽ, ആർ എന്ന് പറയുന്നത് റഷ്യ, ഐ എന്ന് പറയുന്നത് ഇന്ത്യ, സി എന്ന് പറയുന്നത് ചൈന, എസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക അല്ലെ. ഇതിൽ എല്ലാവരും കൂടി സൗദി അറേബ്യ, ഈജിപ്ത്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇതിൽ മെമ്പേഴ്സ് ആണ്. ഒരുപാടല്ല, ഒരു 5 രാജ്യങ്ങൾ ഇതിൽ മെമ്പേഴ്സ് ആണ്. അപ്പോ ഈ ബ്രിക്സ് 2026 ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വർഷം നടന്നിട്ടുണ്ട്. AI സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ 2026 ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളതും എവിടെ തന്നെയാണ്? ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യയാണ്. എത്രാമത്തെ ബ്രിക്സ് സമ്മിറ്റ് ആണ്? 18ാമത്തെ 18th ബ്രിക്സ് സമ്മിറ്റ് ആണ് ഇതിൽ നടന്നിട്ടുള്ളത് കേട്ടോ. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഒൻപതാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഒൻപതാമത്തെ ചോദ്യം എന്താണ്? വിച്ച് സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ് അല്ലെ ടു അപ്രൂവ് 1 day ഓഫ് പെയ്ഡ് മെൻസ്ട്രൽ ലീവ് പെർ മന്ത്. അപ്പൊ ഒരു മാസത്തില് ഒരു മെൻസ്ട്രൽ ലീവ്, ഏത്? പെയ്ഡ് മെൻസ്ട്രൽ ലീവ് ആണ് കേട്ടോ, ഫോർ ഓൾ വിമൻ എംപ്ലോയീസ് ഇൻ 2026. ഏതാണ് ആ സ്റ്റേറ്റ്? ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി ഒഡീസ, ഓപ്ഷൻ ഡി തമിഴ്നാട്. ദ റൈറ്റ് ആൻസർ ഈസ് കർണാടക. അപ്പൊ ഒരു വർഷത്തിൽ 12 ദിവസത്തെ മെൻസ്ട്രൽ ലീവ് ആണ്, പെയ്ഡ് മെൻസ്ട്രൽ ലീവ് ആണ് കർണാടക പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. സോ വിച്ച് സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു അപ്രൂവ് 1 day ഓഫ് പെയ്ഡ് മെൻസ്ട്രൽ ലീവ് പെർ മന്ത് ഫോർ ഓൾ വിമൻ എംപ്ലോയീസ് ഇൻ 2026? ദ റൈറ്റ് ആൻസർ ഈസ് കർണാടക. അപ്പോ അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. ദ സമീക്ഷ പോർട്ടൽ ലോഞ്ച്ഡ് ഇൻ February 2026 ഫോർ റിയൽ ടൈം മോണിറ്ററിംഗ് ഓഫ് ഗവൺമെന്റ് പ്രൊജക്ട്. അപ്പൊ ഗവൺമെന്റ് പ്രൊജക്ടിന്റെ റിയൽ ടൈം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോർട്ടലാണ് സമീക്ഷ പോർട്ടൽ എന്ന് പറയുന്നത്. അത് ഏത് സ്റ്റേറ്റിന്റെ ബിലോങ്സ് ആണ് വരുന്നത്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? അറിയാവോ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഏതാണ്? എ ആണ്, ഒഡീഷ. ലോഞ്ച്ഡ് ബൈ CM മോഹൻ ചരൺ മജ്ഹി. ദ പോർട്ടൽ മോണിറ്റർ എന്താ ചെയ്യുന്നത്? റിയൽ ടൈം മോണിറ്ററിംഗ് ഓഫ് ഗവൺമെന്റ് പ്രൊജക്ട്സ്. ബിലോങ് ടു വിച്ച് സ്റ്റേറ്റ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഒഡീഷ. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മള് മാർച്ച് മാസത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാന വാർത്തകളാണ് നമ്മൾ നോക്കിയത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.